നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. പല ആളുകൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ആ ഫീച്ചർ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ യൂട്യൂബിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഫീച്ചർ അത് ഏതാണെന്നാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. യൂട്യൂബിനകത്ത് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീഡിയോക്കകത്ത് ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഫീച്ചറുകളാണ്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അഡീഷണൽ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റേബിൾ വോളിയം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ വോളിയം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതായത് ചില ആളുകൾ ബ്ലൂടൂത്ത് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചില ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ചില ഭാഗങ്ങളിൽ പ്രത്യേക വോയിസും അതുപോലെ ബാലൻസിങ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും. ആ വോളിയം നമുക്ക് സ്റ്റേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ്. ഇത് എനേബിൾ ആണോ നോക്കുക, എനേബിൾ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഇതേ സെറ്റിങ്സിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന പുതിയ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ പെട്ടെന്ന് കണ്ടു തീർക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ 2 മിനിറ്റിൻ്റെ ഒരു വീഡിയോ 1 മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കുന്നതിന് വേണ്ടി നമ്മൾ സ്പീഡ് കൂട്ടാറുണ്ട്. ആ ഒരു ഫീച്ചർ നേരത്തെ നമുക്ക് ഒരു പ്രത്യേക രീതിയിലായിരുന്നു, സാധാരണ കണ്ട രീതിയിലല്ല ഇപ്പോൾ കാണുന്നത്. ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇതിനകത്ത് നമുക്കിതാ നേരത്തെ കണ്ട ഫീച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ലൈൻ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ നമുക്ക് എത്രയാണോ സ്പീഡ് വേണ്ടതെങ്കിൽ കൃത്യമായിട്ട് അതൊക്കെ വെക്കാൻ സാധിക്കും. നേരത്തെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റേബിളായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് വീഡിയോ സ്പീഡ് കൂട്ടാൻ. എന്നാൽ ഇനി പുതിയ അപ്ഡേറ്റിൽ നമുക്ക് എത്രയാണോ സ്പീഡ് വേണ്ടതെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് ആ പോയിൻ്റ് അടിസ്ഥാനം നമുക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചില വീഡിയോകളൊക്കെ സ്പീഡിൽ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാകില്ലെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പോയിൻ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ യൂട്യൂബ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വീഡിയോകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് സ്പീഡിൽ പെട്ടെന്ന് കേട്ട് തീർക്കാൻ സാധിക്കും. ഇനി വേണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഓരോ അക്കങ്ങളുണ്ട്. 0.25, 1.0, 1.25, 1.5 ഒക്കെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. എന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു സ്പീഡ് കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ സ്പീഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ലൈൻ പിടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇവിടെ താഴെ അപ്പുറത്തുള്ള മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. യൂട്യൂബിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ 2 ഫീച്ചറാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.